റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സായിട്ട് 20 വർഷം തികയുന്ന ഈ സാഹചര്യത്തിൽ അധികം ആരും പറഞ്ഞു കേൾക്കാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യത്തത്, കറപ്ഷൻ ഇല്ലായ്മ ചെയ്യാൻ കൊണ്ടുവന്ന RTI എങ്ങനെയാണ് വേറൊരു തരത്തിൽ കറപ്ഷനിലേക്ക് തന്നെ വഴിവെച്ചത് എന്നുള്ളത്. രണ്ടാമത്തത്, RTI എങ്ങനെയാണ് കാലങ്ങളോളം ഇന്ത്യയെ വരിഞ്ഞു മുറുക്കിയ ഒരു കൊളോണിയൽ മൈൻഡ് സെറ്റിനെ ഇല്ലാണ്ടാക്കിയത്. മൂന്നാമത്തത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് എങ്ങനെ RTIയുമായി ഇന്റഗ്രേറ്റ് ചെയ്ത് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും കൊണ്ടുവന്ന് സിറ്റിസൺസിനെ എംപവർ ചെയ്ത് ഇന്ത്യൻ ഗവർണൻസിനെയും ഗവൺമെന്റ് ഒഫീഷ്യൽസിനെയും അക്കൗണ്ടബിൾ ആക്കി കറപ്ഷൻ കുറയ്ക്കുക എന്നൊരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് RTI നിലവിൽ വന്നത്. എന്നാൽ ഇതേ RTI മറ്റൊരു തരത്തിലുള്ള കറപ്ഷനിലേക്ക് വഴിവെച്ചു. RTIയെ കൃത്യമായി വെപ്പണൈസ് ചെയ്ത് 3 തരത്തിലുള്ള കറപ്ഷനാണ് എമേർജ് ചെയ്തത്. ഒന്ന്, RTI ബ്ലാക്ക് മെയിലേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എമേർജ് ചെയ്തു. RTI ഫയൽ ചെയ്ത് മാസീവ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്ത് ഈ ഡാറ്റയെ കൃത്യമായി പഠിച്ച് അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊസീജിയറൽ എറേഴ്സോ ടെക്നിക്കൽ ആയിട്ടുള്ള ലാപ്സസോ കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യപ്പെടാതെ പോയ ഏതെങ്കിലും ഡാറ്റയോ ഉണ്ടോ എന്നുള്ളത് പഠിച്ച് അതുമായി ബന്ധപ്പെട്ട ഓഫീസേഴ്സിനെയോ അല്ലെങ്കിൽ ഓഫീസുകളെയോ ടാർഗറ്റ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് മണി എക്സോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ഡാറ്റ ഉപയോഗിക്കും. സ്വാഭാവികമായിട്ടും RTI ഫയൽ ചെയ്ത് കിട്ടുന്ന ഡാറ്റ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് പബ്ലിക് ഓഡിറ്റിന് വിധേയമാക്കുന്നതിന് പകരം ഇവർ ഈ ഡാറ്റ പ്രൈവറ്റ് ആയി വെച്ചുകൊണ്ട് ഈ ഓഫീസേഴ്സും അല്ലെങ്കിൽ ഓഫീസേഴ്സുമായി ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് പൈസ തട്ടുന്ന ഒരു പരിപാടി. കൃത്യമായിട്ടുള്ളൊരു എക്സാമ്പിൾ ആണ് 2022 നടന്നിട്ടുള്ള പൂനെയിലെ ആന്റി എക്സോഷൻ സെൽ അറസ്റ്റുകൾ. രണ്ടാമത്തത്, ഓഫീസ് പൊളിറ്റിക്സിലേക്ക് RTI ഒരു ടൂളായിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ ഒരു വെപ്പൺ ആയിട്ട് വരുന്നതാണ്. ഉദാഹരണത്തിന് ഓഫീസർ A, ഓഫീസർ B ഇവർക്ക് പരസ്പരം വ്യക്തിപരമായിട്ടുള്ള ഒരു വൈരാഗ്യം ഉണ്ട് എന്നിരിക്കെ ഓഫീസർ A, ഓഫീസർ B എടുത്തിട്ടുള്ള എല്ലാ ഒഫീഷ്യൽ തീരുമാനങ്ങളെക്കുറിച്ചുമുള്ള ഡാറ്റ RTI ഉപയോഗിച്ച് കളക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനകത്തുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഓഫീസർ Bയെ കേസിലോ അല്ലെങ്കിൽ മറ്റ് പ്രൊസീജിയറൽ ആയിട്ടുള്ള ലാഗുകളിലോ കുടുക്കി അദ്ദേഹത്തിന്റെ സാധ്യമായിട്ടുള്ള കരിയർ ഗ്രോത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ സാലറി ഇൻക്രിമെന്റുകളായിക്കോട്ടെ ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളെയും ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രവണത. ഇത് ഓഫീസ് പൊളിറ്റിക്സിൽ കൃത്യമായിട്ട് ഇന്ത്യൻ ബ്യൂറോക്രസിയിൽ ഓഫീസേഴ്സ് ലെവലിൽ വലിയൊരു അളവിൽ വരെ നടന്ന ഒരു സംഭവമാണ്. കൃത്യമായിട്ട് അതിനും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് ബ്രിജ് കൃഷ്ണൻ ശർമ്മ വേഴ്സസ് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് കേസാണ്. മൂന്നാമത്തത്, ഓഫീസേഴ്സ് ലെവലിൽ നിന്ന് മാറി കോർപ്പറേറ്റ് ലെവലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. കോമ്പീറ്റിംഗ് ആയിട്ടുള്ള 2 കമ്പനികൾ പരസ്പരം കോമ്പറ്റീഷനിൽ തോൽപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരാൾക്ക് മുന്നിൽ പോകുന്നതിന് വേണ്ടി RTI ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് കമ്പനി A, കമ്പനി B തന്നെ എടുക്കുക. കമ്പനി A RTI ഫയൽ ചെയ്ത് കമ്പനി B ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ ട്രേഡ് ഡീലിംഗ്സും ട്രേഡ് സീക്രറ്റ്സും അല്ലെങ്കിൽ ബിസിനസ് ആയിട്ടുള്ള അവരുടെ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡും എല്ലാം കളക്ട് ചെയ്ത് അതിനകത്ത് ഏതെങ്കിലും പ്രശ്നങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് ഈ കമ്പനി Bയെ കേസുകളിലോ അല്ലെങ്കിൽ പബ്ലിക് ഓഡിറ്റിങ്ങിലോ കുടുക്കിയിട്ടു. ഇങ്ങനെ കുടുക്കിയിടുന്നത് വഴി കമ്പനി B കോമ്പറ്റീഷനിൽ പുറകെ പോവുകയും അതിന്റെ ബെനിഫിറ്റ്സ് എല്ലാം കമ്പനി Aക്ക് കിട്ടുകയും മാർക്കറ്റിൽ കമ്പനി A അതിന്റെ പോസിറ്റീവ് ഇമ്പാക്ട്സ് റീപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതിന് നമുക്ക് എഴുതാൻ പറ്റുന്ന കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് JC കോഹ്ലി വേഴ്സസ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് കേസാണ്. രണ്ടാമത്തത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനും 60 വർഷത്തോളം ഇന്ത്യൻ ബ്യൂറോക്രാറ്റിക് വ്യവസ്ഥിതിയിൽ കൃത്യമായിട്ട് പിടിമുറുക്കിയിരുന്ന ഒരു കൊളോണിയൽ മൈൻഡ് സെറ്റ്, മായ് ബാബ് കൾച്ചർ എന്ന് പറയുന്ന ഒരു കൊളോണിയൽ ഗെയ്സിനെ ഇല്ലാണ്ടാക്കിയത് എങ്ങനെയെന്നുള്ളതാണ്. മായ് ബാബ് കൾച്ചർ എന്നാൽ അവിടെ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ ബെനവലൻസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ കാരുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. അല്ലാതെ സിറ്റിസൺസിന് അവകാശപ്പെട്ടതുകൊണ്ട് സിറ്റിസൺസിനെ സെർവ് ചെയ്യുന്നതിന് വേണ്ടി ഇവർ ചെയ്യുന്നു എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അല്ല ഉണ്ടായിരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും സിറ്റിസൺസിന് അവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനോ അവർക്ക് ആവശ്യമുള്ള സർവീസസ് നേടിയെടുക്കാനോ കൃത്യമായിട്ട് ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവിടെ ഇതിനോടനുബന്ധിച്ച് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മെഷീനറിയിൽ ജനറേറ്റ് ചെയ്യുന്ന എല്ലാ ഡാറ്റയും അല്ലെങ്കിൽ എല്ലാ ഇൻഫർമേഷനും സ്റ്റേറ്റിന്റെ ഓണർഷിപ്പിൽ മാത്രമാണ് ഇരിക്കുക. ആ ഡാറ്റ എടുക്കാനോ ആ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനോ സാധാരണ സിറ്റിസണിന് യാതൊരു തരത്തിലുള്ള അവകാശവുമില്ല. ഏതെങ്കിലും തരത്തിൽ അത്തരം ശ്രമങ്ങൾ നടത്തിയാൽ അതൊരു ഇൻട്രൂഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൈയിങ് ആയിട്ടോ മാത്രം കണക്കാക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇതിനെയാണ് നമ്മൾ മായ് ബാബ് കൾച്ചർ എന്ന് പറയുന്നത്. ഈ മായ് ബാബ് കൾച്ചർ എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഈ ഡാറ്റ കയ്യിലുള്ളതുകൊണ്ട് ഈ ഇൻഫർമേഷൻ കയ്യിലുള്ളതുകൊണ്ട് സിറ്റിസണിനെ കുറിച്ചുള്ള എല്ലാ അറിവും സദാ ഗവൺമെന്റിന്റെ കയ്യിൽ ഉണ്ടായിരിക്കുകയും ഗവൺമെന്റിനെ കുറിച്ച് യാതൊരു അറിവും സിറ്റിസന്റെ കയ്യിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെ സ്റ്റേറ്റാൽ വാച്ച് ചെയ്യപ്പെടുന്ന ഒരു സിറ്റിസൺ എന്ന ഒരു കൊളോണിയൽ സ്ഥിതിവിശേഷമായിരുന്നു ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് 2005 RTI വരുന്നതോടുകൂടി ഈ സ്ഥിതിക്ക് ഒരു മാറ്റം ഉണ്ടാവുകയാണ്.
സിറ്റിസണ് ഈ പറഞ്ഞ ഡാറ്റ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഫംഗ്ഷനിങ്ങുമായി ബന്ധപ്പെട്ട് ജനറേറ്റ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷനും ആക്സസ് ചെയ്യാനുള്ള ഒരു അവകാശം വരികയാണ്. സിറ്റിസൺസാൽ വാച്ച് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ സിറ്റിസൺസാൽ അക്കൗണ്ടബിൾ ആക്കുന്ന ഒരു സ്റ്റേറ്റ് എന്നൊരു ഡെമോക്രാറ്റിക് മൈൻഡ് സെറ്റിലേക്ക് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഗേസിലേക്ക് RTI മൂലം ഇന്ത്യൻ ബ്യൂറോക്രസിയും ഇന്ത്യൻ ഗവേർണൻസും എത്തുന്നു എന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തുടക്കത്തിൽ പറഞ്ഞ പോലെ പുതിയ കാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ആയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ടൂൾ എങ്ങനെ RTIയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആലോചിക്കുക, കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഫയൽ ചെയ്യപ്പെടുകയും ആൻസർ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള എല്ലാ RTI ആപ്ലിക്കേഷൻസും ഒരു വലിയ ഡാറ്റാ സോഴ്സ് ആണ്. കൃത്യമായി നമ്മുടെ ഗവേർണൻസിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്ന പല പ്രശ്നങ്ങളെയും സിറ്റിസൺസ് ചോദ്യം ചോദിച്ചുകൊണ്ടും അതിനെ കൃത്യമായിട്ട് മറുപടി ആരാഞ്ഞുകൊണ്ടും ഫയൽ ചെയ്തിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻസ് എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഗവേർണൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല പ്രശ്നങ്ങളിലേക്കും പല സജഷനുകളിലേക്കും പല ഡ്രോബാക്സിലേക്കുമാണ്. ഇതിനെ ഒരു മാസീവ് ഡാറ്റാ സോഴ്സ് ആയിട്ട് ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ്, പ്രത്യേകിച്ച് സ്റ്റേറ്റ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് ഉപയോഗിച്ച് അനലൈസ് ചെയ്യുകയാണെങ്കിൽ പലതരത്തിലുള്ള പാറ്റേൺസും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. പലതരത്തിലുള്ള പ്രശ്നങ്ങളും അതിൻ്റെ റെഗുലാരിറ്റിയും ഫ്രീക്വൻസിയും ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇത്തരമുള്ള ഐഡന്റിഫിക്കേഷൻസ് AI ടൂൾസ് ഉപയോഗിച്ച് വളരെ സ്പീഡി ആയിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഐഡന്റിഫിക്കേഷൻസ് കൃത്യമായിട്ട് സൊല്യൂഷൻസ് കണ്ടെത്തുന്നതിലേക്കും ഗവേർണൻസിനെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ എത്തിക്കാൻ സഹായിക്കും. മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സിറ്റിസൺസുമായിട്ട് എൻഗേജ് ചെയ്യുന്ന തരത്തിലേക്ക് ഈ ഡാറ്റയെ കൊണ്ടെത്തിക്കാനും സാധിക്കും. ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതോ കൃത്യമായിട്ടൊരു വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതോ റിയൽ ടൈം ആയിട്ട് ക്വസ്റ്റ്യനുകൾക്ക്, പ്രത്യേകിച്ച് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനുകൾക്ക്, റെഗുലർ ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് ആൻസർ കൊടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകൾക്ക് AI ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് ആൻസേഴ്സ് കൊടുക്കാൻ പറ്റും. സിറ്റിസൺസിന് സ്വാഭാവികമായിട്ടും RTI ഫയൽ ചെയ്തിട്ട് ആ ആൻസേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാലതാമസം കുറയ്ക്കുകയും ഇതുവഴി RTIയുടെയും ഗവേർണൻസിൻ്റെയും എഫിഷ്യൻസി കൂട്ടാനും സാധിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ 3 വശങ്ങൾ, പ്രത്യേകിച്ച് എങ്ങനെയാണ് RTI ഒരു വെപ്പണായി മാറുന്നത്, രണ്ടാമത് RTI എങ്ങനെയാണ് ഒരു കൊളോണിയൽ മൈൻഡ് സെറ്റിനെ ഇല്ലാണ്ടാക്കുന്നത്, മൂന്നാമത് RTI എങ്ങനെ AI ടൂളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഗവേർണൻസിനെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാൻ പറ്റുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ UPSC സിലബസുമായിട്ട് നമുക്കതിനെ കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. GS4 പേപ്പറിൽ പ്രോബിറ്റി ഇൻ ഗവേർണൻസ്, കോൺസെപ്റ്റ് ഓഫ് പബ്ലിക് സർവീസ് ആൻഡ് ചലഞ്ചസ് ഓഫ് കറപ്ഷൻ എന്ന ഒരു ആസ്പെക്റ്റിലും, GS2 പേപ്പറിലേക്ക് വരുമ്പോൾ റോൾ ഓഫ് സിവിൽ സർവീസസ് ഇൻ എ ഡെമോക്രസി, സിറ്റിസൺസ് ചാർട്ടർ, ക്വാളിറ്റി ഓഫ് സർവീസ് ഡെലിവറി എന്നൊരു ആസ്പെക്റ്റിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ GS3 പേപ്പറിൽ സയൻസ് ആൻഡ് ടെക്കിൻ്റെ മോഡേൺ ഡെവലപ്മെൻറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് ഗവേർണൻസിൽ കൊണ്ടുവരാൻ പറ്റുന്നത് എന്നുള്ളൊരു ആംഗിളിലും നമുക്ക് ആൻസേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ലീഡ് IAS, #1 IAS Academy in Kerala.